ഇനി എത്ര ചെളി പിടിച്ച മോപ്പും നിമിഷ നേരം കൊണ്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കാം. അതിന് സോപ്പ് വേണ്ട, സോപ്പ് പൊടി വേണ്ട, ഒന്നും വേണ്ട. നമുക്ക് ഒരു ഗുളിക ഉണ്ടെങ്കിൽ വൃത്തിയായിട്ട് വെട്ടി തിളങ്ങി കിട്ടും, പാൽ പോലെ വിളക്കും. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നല്ല ടിപ്സുകളോട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ കാണും ഇതുപോലെ വെജിറ്റബിൾ കട്ടർ അല്ലേ. അപ്പോൾ ഈ വെജിറ്റബിൾ കട്ടറും കൊണ്ട് നമുക്ക് ഒത്തിരി നല്ല യൂസ്ഫുൾ ആണ്. കാര്യം പച്ചക്കറി അരിയാനോ അതുപോലെ തന്നെ നമുക്ക് പിന്നെ കിഴങ്ങ് കട്ട് ചെയ്യാൻ, സവാള കട്ട് ചെയ്യാൻ, പച്ചമുളക് കട്ട് ചെയ്യാൻ എല്ലാത്തിനും നല്ലതാണ്. പെട്ടെന്ന് ജോലിക്കാർക്കൊക്കെ പെട്ടെന്ന് വീട്ടിൽ അരിഞ്ഞുകൊണ്ടിരിക്കേണ്ട പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന അടിപൊളിയാണ് ഈ കട്ടർ. അപ്പോൾ ഈ കട്ടർ പെട്ടെന്ന് നമ്മളിങ്ങനെ എന്ന് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ മൂർച്ച പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഈ മുട്ടത്തോടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിന് മൂർച്ച കൂട്ടാൻ പറ്റും. അപ്പോൾ ഈ ഓരോ മുട്ടത്തോടും എടുത്ത് ഇതേ രീതിയിൽ ആ വെജിറ്റബിൾ കട്ടറിലോട്ട് ഉള്ളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കുവാണെങ്കിൽ നല്ല മൂർച്ച കിട്ടുന്നതാണ് കേട്ടോ. ഇതിൻ്റെ മൂർച്ച പോയതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. പെട്ടെന്ന് തന്നെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി കേട്ടോ. നമുക്കിതിനായിട്ട് ചിലർ ഈ കട്ടറൊക്കെ പിന്നെ മൂർച്ച ഇല്ലാതെ വരുമ്പോഴത്തേക്ക് അവർ മാറ്റി വെക്കും, പിന്നെ ഉപയോഗിക്കാറേ ഇല്ല. വെറുതെ നമ്മുടെ കാശ് പോകത്തേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും മുട്ടത്തോട് കൊണ്ട് ഇങ്ങനെ ചെയ്ത് നോക്കൂ. അല്ലെങ്കിൽ കുറച്ച് ഉപ്പ് കല്ലാണെങ്കിൽ എടുത്തിട്ട് അതിലേക്ക് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ മൂർച്ച കിട്ടുന്നതാണ്. അപ്പോൾ മുട്ടത്തോടൊന്നും ആരും കളയരുത്. ഇതുപോലൊക്കെ ചെയ്ത് നോക്കും. കത്രികയ്ക്ക് അതുപോലെ കത്തിക്ക് ഒക്കെ മൂർച്ച കൂട്ടാൻ മുട്ടത്തോട് വളരെ നല്ലതാണ്. ഇപ്പോൾ കണ്ടില്ലേ, കിഴങ്ങൊക്കെ നല്ല സ്ലൈസ് ആയിട്ട് നമുക്ക് ഇതിവിടെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇപ്പോൾ ഞാനിവിടെ എല്ലോട് കൂടിയിട്ടുള്ള കുറച്ച് ഇറച്ചിയാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്, ബീഫാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് കഴുകാൻ നേരത്ത് കല്ലുപ്പൊക്കെ ഇട്ട് കഴുകുവാണെങ്കിൽ തന്നെ ഇതിൻ്റെ ബ്ലഡൊക്കെ പെട്ടെന്ന് പോകുന്നതായിരിക്കും, പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് കഴുകാനായിട്ട് ഇപ്പോൾ ഇതിലേക്ക് ഒരു സൂത്രം ഒഴിച്ച് കൊടുക്കുവാണെങ്കിൽ നല്ല മൂത്ത ഇറച്ചിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വേഗത്തില്ല, എത്ര വിസിലടിച്ചാലും വേഗത്തില്ല. അപ്പോൾ അത് വേവിക്കാനും കൂടെയുള്ള അടിപൊളി ടിപ്പാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ബ്ലഡൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ആദ്യം വെള്ളം ഒഴിക്കുക, പിന്നെ നമുക്ക് വിനാഗിരിയും കൂടി ഒഴിച്ചിടുവാണെങ്കിൽ ബ്ലഡെല്ലാം പോവുകയും ചെയ്യും. അതുമാത്രമല്ല ഇറച്ചി ഒരൊറ്റ വിസിലിൽ വേകുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ആ ഒരു ടിപ്പ് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം. ഇപ്പം നമുക്കിവിടെ തേങ്ങ ചേർന്നാൽ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. നമ്മൾ കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അടിച്ചെടുക്കുകയൊക്കെയല്ലേ ചെയ്യാറുള്ളത്. അപ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ ഇതുപോലൊരു കൈച്ചെരുവ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാർ എടുക്കേണ്ട, അതുപോലെ വേറെ ചെരുവകളൊന്നും എടുക്കേണ്ട, ഇതുപോലൊരു കൈച്ചെരുവ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തേങ്ങ എല്ലാം ചിരട്ടി എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ കത്തി കൊണ്ട് തേങ്ങ കട്ട് ചെയ്തെടുക്കുന്നത് വരെ ഇതും കൂടി ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കൈച്ചെരുവ ഉള്ളവർ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കും, ഇല്ലാത്തവരൊന്ന് മേടിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടൊരു ഇതാണ് കൈച്ചെരവ. അപ്പോൾ എല്ലാം ട്രൈ ചെയ്യും കേട്ടോ. ഇനി അടുത്ത ടിപ്പ്, നമ്മുടെ വീട്ടിൽ ഒരുപാട് ഇഞ്ചിയൊക്കെ മേടിക്കും, നമുക്ക് ഇഞ്ചി പേസ്റ്റൊക്കെ ഉണ്ടാക്കി വെക്കാനായിട്ടല്ലേ. നമ്മൾ കത്തി കൊണ്ടാണ് സാധാരണ ഇഞ്ചിയൊക്കെ തൊലി കളയാറുള്ളത്. പക്ഷേങ്കിൽ നമുക്ക് ഒരു കുപ്പിയുടെ അടപ്പുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ തന്നെ ചെയ്യേണ്ടത്, നമ്മുടെ കുട്ടികളുടെ കയ്യിൽ കത്തി കൊടുത്ത കൈ മുറിയെന്നോർത്ത് പേടിക്കുകയും വേണ്ട. ഒരു കുപ്പിയുടെ അടപ്പ് കൊടുത്തിട്ട് ഒന്ന് തൊലി കളഞ്ഞ് തരാൻ പറഞ്ഞാൽ നിഷ്പ്രയാസം പിള്ളേരെ കുട്ടികൾ അത് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. കണ്ടോ, പെട്ടെന്ന് തന്നെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ. ഇനി അടുത്ത ടിപ്പ്, ഞാനിവിടെ ആ മുട്ടത്തോട് കട്ട് ചെയ്ത് വെച്ചിരുന്ന മുട്ടത്തോട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിയിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാവുന്നതാണ്. പക്ഷേ ഞാൻ അങ്ങനെ പൊടിച്ചിട്ടൊന്നുമില്ല, ഞാൻ അതേ രീതിയിൽ തന്നെ ഇങ്ങനെ എടുത്തിരിക്കുകയാണ്. കൈ കൊണ്ടൊന്നും ഞെവിടി കൊടുക്കുകയാണെങ്കിൽ നല്ലപോലെ പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഏത് ഡിഷ് വാഷാണ് നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്നത് അതുകൂടെ കുറച്ച് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ വീട്ടിലെ ഏറ്റവും നല്ല കരി പിടിച്ച് ഏത് പാത്രങ്ങളാണ്, കുക്കറാകട്ടെ, കലവാകട്ടെ, കഞ്ഞിക്കലവാകട്ടെ, എന്തോരം പാത്രങ്ങൾ കഴുകാനുണ്ടെങ്കിൽ നിമിഷ നേരം കൊണ്ട് നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും. എല്ലാ പാത്രങ്ങളും നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും. സ്റ്റീൽ പാത്രവും എല്ലാ പാത്രവും കഴുകിയെടുക്കാൻ. മുട്ടയുടെ ഉളുമ്പ് വരുമെന്ന് ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല. മുട്ടയുടെ ഉളുമ്പുമാണ് ഒന്നും വരത്തുമില്ല കേട്ടോ. ഇപ്പം ഞാൻ ഇതിൻ്റെ കഞ്ഞിക്കലമാണ് എടുത്തിരിക്കുന്നത്. ഇതിന് നല്ല കരി പിടിച്ചിട്ടുണ്ട്, കറിയെല്ലാം പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ആ ഡിഷ് വാഷും മുട്ടത്തോടും കൂടെ ചേർത്തിട്ട് ഒരു സ്ക്രബ്ബർ കൊണ്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കും. നല്ല പളുങ്ക് പോലെ വെട്ടി തിളങ്ങി കിട്ടും. അതുപോലെ എത്ര പാത്രം കൊണ്ടുവരും നമുക്ക് കഴുകിയെടുക്കാനും പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സോപ്പോ ഡിഷ് വാഷോ ഒന്നും വീട്ടിലില്ലെങ്കിൽ മുട്ടത്തോട് പിടിച്ച് വെച്ചിട്ട് ഇതുപോലെ ചെയ്താൽ മതി. നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പാണ് കേട്ടോ. വീട്ടമ്മമാർക്ക് ഏറ്റവും തലവേദന പിടിച്ച കേസാണ് വീട് ക്ലീൻ ചെയ്യലല്ലേ. ആ വീട് ക്ലീൻ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന മോപ്പിലെ ചെളി കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ എത്ര കഴുകിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് പൊടികൾ ഉണങ്ങിക്കഴിയുമ്പോൾ പൊടികൾ ചെളികളെല്ലാം കയറിയിരിക്കും, ഒരുപാട് ചെളി പിടിച്ചിരിക്കും. നമുക്ക് ആദ്യം അതിനായിട്ട് വേണ്ടത് ഒരു ബക്കറ്റാണ്. ഇതുപോലെ ചെറിയൊരു ബക്കറ്റ് എടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് ഡേറ്റ് കഴിഞ്ഞ് ഏത് ഗുളികയാണോ ആ ഗുളിക എടുക്കാം കേട്ടോ. പിന്നെ ഞാൻ പാരസെറ്റാമോളിൻ്റെ ഗുളികയും വേറെ കുറച്ച് ഗുളികയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡേറ്റ് കഴിഞ്ഞ് ഏത് ഗുളികയാണെങ്കിലും എടുക്കാം. നമുക്ക് ആ ഗുളിക നല്ലപോലെ ഫൈനായിട്ട്
നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് നമ്മൾ ആ ബക്കറ്റിലേക്ക് 1/2 ബക്കറ്റ് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ, എന്നാലേ ഞാനിടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അതുപോലെ എന്നിട്ട് നമുക്ക് ആ ബക്കറ്റിലേക്ക് വെള്ളം എടുത്തിട്ടുണ്ട്, 1/2 ബക്കറ്റ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഗുളിക പൊടിച്ച് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് സോപ്പ് പൊടി ഒന്നും ഇടണമെങ്കിൽ ഇടാൻ കേട്ടോ. ഇതിൽ സോപ്പ് പൊടിയോ സോഡാ പൊടിയോ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. വളരെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഇതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല. ഈ ഗുളികയും അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു പിടി കല്ലുപ്പ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാൻ ഉപ്പ് പൊടിയാണ്, കല്ലുപ്പ് പൊടിച്ച് വെച്ചതാണ്, അതാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് നാരങ്ങാ നീരാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു നാരങ്ങയുടെ നീര് ഒന്ന് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ നാരങ്ങാ നീരാണ് നമുക്ക് വേണ്ട. ഒരുപാട് നാരങ്ങാ നീരൊന്നും വേണ്ട. ഈ നാരങ്ങാ നീരും അതുപോലെ നമ്മുടെ ഗുളികയുടെ പൊടിയും കല്ലുപ്പും കൂടെയാണ് നമ്മുടെ ഈ മോപ്പ് എത്ര ചെളി പിടിച്ച ഇതിനെ മോപ്പ് നല്ല അടിപൊളിയായിട്ട് ക്ലീനാക്കി കിട്ടും. പാൽ പോലെ വെട്ടിത്തിളങ്ങുന്ന രീതി ക്ലീനാക്കി തരും. നിങ്ങൾ ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്താൽ മതി. പ്രത്യേകിച്ച് നമുക്ക് കല്ലെ കൊണ്ടിട്ട് അലക്കണ്ട, കുത്തിപ്പിഴിയേണ്ട, ഒന്നും ചെയ്യേണ്ട. ജസ്റ്റ് ഇത് ഇതുപോലെ ഒന്ന് മുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊന്ന് മുക്കി കൊടുക്കുക. നമ്മൾ സാധാരണ എല്ലാവരും ഇത് കഴുകും മോപ്പിൽ നിന്ന് ഇതെല്ലാം ഊരി എടുത്തിട്ട് മോപ്പ് സെപ്പറേറ്റ് എടുത്തിട്ടാണ് നമ്മളിതെല്ലാം ചെയ്യാറുള്ളത്. പക്ഷേ അങ്ങനെ ഒന്നും ചെയ്യേണ്ട. അതേ രീതിയിൽ തന്നെ അങ്ങനെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാം. ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുക. പിന്നെ ഒരു 2 മിനിറ്റ് അവിടെ വെച്ചേക്കുക. അതിനുശേഷം വേണം നമ്മളിത് കഴുകിയെടുക്കാനായിട്ട്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഒരുപാട് വീഡിയോസുകൾ ഇട്ടിട്ടുണ്ട്. വളരെ യൂസ്ഫുൾ ആകുന്ന വീഡിയോസുകളാണ് ഇട്ടിരിക്കുന്നത്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്ത് ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണേ. അപ്പോൾ അതേ നമ്മുടെ ആ മോപ്പ് ഞാനൊന്ന് കഴുകി എടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇതുപോലെ ഇത് കുത്തി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കതൊന്ന് തിരിച്ച് പിഴിഞ്ഞൊക്കെ എടുക്കുന്നത് ഇതേ രീതിയിലൊക്കെ ആക്കി കൊടുത്തിട്ട് ഒന്നുകൂടെ മുക്കി നമ്മളിങ്ങനെ ചെയ്യുവാണെങ്കിൽ തന്നെ ആ ചെളി, നിങ്ങൾ ബക്കറ്റിലെ ചെളി കണ്ടു നോക്കൂ. വളരെ നല്ല റിസൾട്ട്. നമുക്ക് സോപ്പിൻ്റെ ഒരു ആവശ്യമേ ഇല്ല. സോപ്പും വേണ്ട, ഡിഷ് വാഷും വേണ്ട, അങ്ങനെ ഒന്നും വേണ്ട. നമുക്ക് ഈ ഒരു സൂത്രം മാത്രം മതി കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് എടുക്കാം. അതുപോലെ നമ്മൾ ഈ മോപ്പ് കൊണ്ടൊക്കെ തുടങ്ങുമ്പോൾ ഇതെല്ലാണെങ്കിലും മുടികളെ കാര്യങ്ങളെല്ലാം ഇത് പിടിക്കും. അതെല്ലാം ഈ ഒറ്റ കഴുക്കിലൂടെ പോകുന്നതായിരിക്കും കേട്ടോ. നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ കളർ നോക്കിക്കോ, അപ്പടി അഴുക്കായിട്ട് ഭയങ്കര ചെളിയായിരുന്നു. ആ ഫുള്ള് ചെളി ഇളകിയിട്ടുണ്ട്. അപ്പോൾ ഇന്നെല്ലാവരും ഈ ഒരു ടിപ്പൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ കഴുകുന്നുള്ളൂ. ഒത്തിരി ഒന്നും കഴുകേണ്ട കാര്യമില്ല. 2ാമത്തെ പ്രാവശ്യമാണ് കഴുകുക. അപ്പോൾ ഈ വെള്ളം തെളിഞ്ഞത് കണ്ടോ, അത്രയ്ക്ക് ചെളി നല്ലപോലെ പോകുന്നതാണ് കേട്ടോ. അതുപോലെ ചവിട്ടിയുടെ ചെളി ഇതുപോലെ രീതിയിൽ നമ്മൾ വീട്ടിനുള്ളിൽ ഉപയോഗിക്കുന്ന ചവിട്ടിയുടെ ചെളിയും പോകുന്നതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണേ. അപ്പോൾ നമ്മുടെ മോപ്പ് ഇവിടെ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ടെന്ന് കണ്ടു നോക്കുക. അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. ഇത് കണ്ടില്ലേ, നമ്മുടെ ആ മോപ്പ് നല്ല അടിപൊളിയായിട്ട് ക്ലീനായി ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡേറ്റ് കഴിഞ്ഞ ഗുളിക ആരും കളയരുത്. ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കൂ, നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്.